നമസ്കാരം. ഞാൻ ഡോക്ടർ വിനീത് കെ കെ, ലൂർദ് ഹോസ്പിറ്റൽ ന്യൂറോ സ്പൈൻ സർജനാണ്. നടുവേദനയെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നടുവേദന ഡിസ്ക് തള്ളിച്ച മൂലമോ തേയ്മാനം മൂലമോ ഉള്ള നടുവേദനയോ കാലുകളിലോട്ട് പടരുന്ന മരവിപ്പോ വേദനയോ ബലക്കുറവോ വരികയാണെങ്കിൽ മരുന്നോ ഫിസിയോതെറാപ്പിയോ പരാജയമാകുന്ന കേസുകളിൽ സർജറി ആവശ്യപ്പെടാറുണ്ട്. ഇത്തരം സർജറികൾ ഓപ്പണായോ കീഹോൾ വഴിയോ മൈക്രോസ്കോപ്പും മറ്റും ഉപയോഗിച്ച് ചെയ്യുന്ന സർജറികളാണ്. യാതൊരു വിധത്തിലും ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് എണീച്ച് നടക്കാൻ പറ്റാതാവുകയോ കാലിന് പൂർണ്ണമായ തളർച്ച ബാധിക്കുമോ എന്ന രീതിയിലുള്ള ഭയങ്ങൾ ഒട്ടുമിക്ക കേസുകളിലും അസ്ഥാനത്താണ്. അപ്പോൾ നടുവിൻ്റെ സർജറി ചെയ്താൽ മാത്രം മാറുന്ന വേദനയോ ബലക്കുറവോ ആണെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ധൈര്യമായി സർജറിയായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. കഴുത്തുവേദന, പുറം വേദന അല്ലെങ്കിൽ നടുവേദന മൂലം ആയാസപ്പെടുന്ന രോഗികൾ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റും, പല പ്രായങ്ങളിലായിട്ട്. ഒട്ടുമിക്ക കേസുകളിലും ഒരു MRI സ്കാനിൻ്റെ പോലും സഹായമില്ലാതെ നമ്മൾ ഗുളികകളായും മരുന്നുകളായും ഫിസിയോതെറാപ്പിയും മറ്റുമായി പൂർണ്ണമുക്തി കൈവരാറുണ്ട് രോഗികൾക്ക്. എന്നാൽ ചില ഘട്ടങ്ങളിൽ റെഡ് ഫ്ലാഗുകൾ, അതായത് നമ്മൾ സാധാരണ തേയ്മാനമോ ഡിസ്കോ മൂലമല്ല മറ്റ് കാരണങ്ങൾ കൊണ്ടാവാം എന്ന് തോന്നുന്ന ചില ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, 6 മാസമോ അതിലധികമോ മരുന്നുകൊണ്ട് യാതൊരു ബലവുമില്ലാത്ത രീതിയിലുള്ള കടുത്ത വേദന, അതല്ലെങ്കിൽ നടുവിൻ്റെ വേദന പുതുതായിട്ട് കാലുകളിലോട്ടോ അല്ലെങ്കിൽ കഴുത്തുവേദന കൈകളിലോട്ടോ പടരുന്ന സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ട് നടുവിനോ അല്ലെങ്കിൽ പുറത്തിനോ വേദന കൂടുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ ഭാരം വല്ലാതെ കുറയുക. ഉദാഹരണത്തിന് 6 കഴിഞ്ഞ 6 മാസത്തിൽ 10 കിലോയോ അതിലധികമായിട്ട് ഭാരം കുറയുക എന്നിവയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവാലുവേഷൻ, പ്രത്യേകിച്ച് MRIയും CT സ്കാനും വഴി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പരിശോധനയ്ക്ക് ആവശ്യമാകുന്ന ലക്ഷണങ്ങളാണ്. അതായത് ഒട്ടുമിക്ക കേസുകളിലും ചെറിയ ഡിസ്ക് തള്ളിച്ചയോ തേയ്മാനമോ കൊണ്ടായിരിക്കാം മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ വരുന്നത്. എങ്കിലും ഈ പറഞ്ഞ റെഡ് ഫ്ലാഗുകൾ എന്ന് പറയുന്ന ചില എക്സ്ട്രാ ലക്ഷണങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ സാധ്യമായൊരു ട്യൂമറോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ഒരു ക്യാൻസർ പടർന്ന് നട്ടലിൽ വരുന്നതോ ആയ രീതികൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അങ്ങനത്തെ അവസ്ഥകളിൽ ഒരു MRIയും CT സ്കാനും മറ്റ് ഡീറ്റെയിൽ ചെക്കപ്പും നടത്തി നമ്മൾ രോഗം സ്ഥിരീകരിക്കേണ്ടതോ അല്ലെങ്കിൽ കടുത്ത രോഗം ഇല്ലെന്ന് ഉറപ്പിക്കേണ്ടതോ ആവുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ MRIയോ CT സ്കാനോ പോലുള്ള ഡീറ്റെയിൽ ടെസ്റ്റുകൾക്ക് ഡോക്ടർ എഴുതി തരികയാണെങ്കിൽ ഒട്ടും വൈകാതെ ചെയ്യുന്നതായിരിക്കും അഭികാമ്യം.